വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ 80% പണിയും പൂർത്തിയായി എന്ന കമ്പനിയുടെ വാദം തെറ്റാണെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് നൽകിയ വിവരാവകാശ രേഖകളിലാണ് അമ്പരിപ്പിക്കുന്ന യാഥാർത്ഥ്യം പുറത്തുവന്നിരിക്കുന്നത്. 2022 സെപ്റ്റംബർ 22 വരെ ഒന്നാം ഘട്ടത്തിന്റെ പൈലിംഗ് ഒഴികെയുള്ള നിർമ്മാണ പ്രവൃത്തികളുടെ 35% പോലും പൂർത്തിയായിട്ടില്ല എന്നാണ് വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നത്. ഇതോടെ കമ്പനി അധികൃതരും അവരെ സഹായിക്കാൻ കൂട്ടുനിന്ന സർക്കാരും കോടതിയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നാണ് ആരോപണം ഉയരുന്നത്. വിഴിഞ്ഞം സമരത്തെ തകർക്കാനും നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ഗുരുതരമായ വീഴ്ചകൾ മൂടിവെക്കാനും തുറമുഖ നിർമ്മാണ കമ്പനി ശ്രമിക്കുകയാണെന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഫ്രാൻസിസ് ജെ നെറ്റോ വിവരാവകാശ പ്രകാരം കൊടുത്ത ചോദ്യങ്ങൾക്ക് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് നൽകിയ രേഖയിലാണ് തുറമുഖ നിർമ്മാണത്തിന്റെ ഒന്നാം ഘട്ടത്തിലെ പൈലിംഗ് ഒഴികെയുള്ള നിർമ്മാണ പ്രവൃത്തികളുടെ 35% പോലും പൂർത്തിയായിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നത്. അദാനി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് കമ്പനിയും കേരള സർക്കാരും തമ്മിലുള്ള കരാർ പ്രകാരം പദ്ധതിയുടെ ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയായിട്ടില്ലെന്ന് രേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2019 ഡിസംബർ 3 പൂർത്തിയാക്കേണ്ട നിർമ്മാണം പൂർത്തിയാക്കാൻ സമയം നീട്ടി നൽകിയിട്ടില്ലെന്നും രേഖയിൽ വ്യക്തമാക്കുന്നു. നിർമ്മാണത്തിന്റെ 2022 സെപ്റ്റംബർ 22 അവസ്ഥയും രേഖകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് പുലിമുട്ടുകളുടെ പണി വെറും 33% പൂർത്തിയായിരിക്കുന്നത്. ഡ്രെഡ്ജിംഗ് ആൻഡ് ഡിക്ലമേഷനും 33% പൂർത്തിയായിരിക്കുന്നത്. പ്രീകാസ്റ്റിംഗ് ഘടകങ്ങളുടെ സ്ഥാപനം 34%, കണ്ടെയ്നർ യാർഡിന്റേത് 18% സെപ്റ്റംബർ 22 വരെ പൂർത്തിയായിരിക്കുന്നത്. ഇതോടെ കമ്പനി ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നാണ് സമരസമിതി ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. നിലവിൽ 80% നിർമ്മാണം പൂർത്തിയായെന്നും സമരം മൂലം നിർമ്മാണം പൂർത്തിയാകുന്നത് വൈകുമെന്നുമാണ് കമ്പനി കോടതിയിൽ വ്യക്തമാക്കിയത്. നിലവിൽ 2019 ഡിസംബർ 3 കരാർ അനുസരിച്ച് ഒന്നാം ഘട്ടം പൂർത്തിയാക്കാത്ത കമ്പനി സർക്കാരിന് നഷ്ടപരിഹാരം നൽകേണ്ട സാഹചര്യമാണുള്ളത്. എന്നാൽ ഇക്കാര്യങ്ങളിൽ ആർബിട്രേഷൻ നടക്കുന്നുണ്ടെന്ന തടസ്സവാദം ഉന്നയിച്ച് വൻകിട കമ്പനിയെ സഹായിക്കുവാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് ആരോപണമുയരുന്നത്. നിർമ്മാണം വൈകുന്നതിൽ ദിവസവും 12 ലക്ഷം രൂപ കമ്പനി സർക്കാരിന് നൽകേണ്ടി വരുന്ന സാഹചര്യത്തിലും സംസ്ഥാനത്തിന്റെ താൽപ്പര്യങ്ങൾ പരിഗണിക്കാതെ അദാനി കമ്പനിക്ക് വേണ്ടി സർക്കാരും മന്ത്രിമാരും വാദിക്കുന്നുവെന്നുമാണ് സമരസമിതി ആരോപിക്കുന്നത്. അദാനിക്ക് വേണ്ടി BJPയോട് പോലും സഹകരിക്കാൻ തയ്യാറായ CPMന്റെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനമുയരുന്നതിനിടെയാണ് വിവരാവകാശ രേഖകളിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നത്. ഷെക്കീന ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.